നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. വാൽപ്പാറ ദുരന്തത്തിന് ഇരകളായ 6 അധ്യാപകർ ഉൾപ്പെടെ 9 പേർക്ക് കണ്ണീരോടെ നാട് വിട നൽകി. മലപ്പുറം പാങ്ങ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന പൊതുദർശനത്തിൽ പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. പുന്നയൂരിലെ വാതക ശ്മശാനത്തിൽ മൃതദേഹത്തോട് അനാദരവുണ്ടായ സംഭവം അഴിമതിയുടെ പേരിൽ ശ്മശാനത്തെ തകർക്കാൻ ശ്രമിച്ചവർ വിശ്വാസികളോടും പൊതുജനങ്ങളോടും മാപ്പ് പറയണമെന്ന് UDF. ദഹിപ്പിക്കാൻ കൊണ്ടുവന്ന മൃതദേഹം യന്ത്ര തകരാർ മൂലം പകുതി മാത്രം കത്തിയ നിലയിൽ മണിക്കൂറോളം കിടക്കേണ്ടി വന്ന സാഹചര്യം പരിഷ്കൃത സമൂഹത്തിന് തന്നെ അപമാനമെന്നും UDF നേതൃത്വം. മരിയം തീർത്ഥാടന കേന്ദ്രമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന് ഭക്തിനിർഭര തുടക്കം. ഏപ്രിൽ 17 മുതൽ 21 വരെയുള്ള തീയതികളിലായി ഭക്തിനിർഭര ചടങ്ങോടെയാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാളിന്റെ ഭാഗമായുള്ള നേർച്ചകൂട്ട് ആരംഭിച്ചു. തിരുനാൾ ആഘോഷം CCTV പ്രാദേശിക ചാനലിലൂടെ തത്സമയം പ്രേക്ഷകർക്ക്. വാഹനാപകടങ്ങൾ. ചാവക്കാട് എടക്കഴിയൂർ ആറാങ്കല്ലിൽ ബൈക്കിടിച്ച് കാൽനട യാത്രിക മരിച്ചു. എടക്കഴിയൂർ ആറാങ്കല്ലിലെ മുട്ടിൽ മൻസൂറിന്റെ ഭാര്യ 44 വയസ്സുള്ള ഹസീനയാണ് മരിച്ചത്. ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്ക്. വേലൂരിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പുന്നയൂർക്കുളം സ്വദേശി കൊട്ടാരം പാട്ടയിൽ 31 വയസ്സുള്ള ഷെമീറും മരിച്ചു. വാർത്തകൾ വിശദമായി. വാൽപ്പാറ ദുരന്തത്തിന് ഇരകളായ 6 അധ്യാപകർ ഉൾപ്പെടെ 9 പേർക്ക് കണ്ണീരോടെ നാടുവിട നൽകി. മലപ്പുറം പാങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന പൊതുദർശനത്തിൽ പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. സംസ്കാര ചടങ്ങുകൾ ഉച്ചയോടെ വിവിധയിടങ്ങളിൽ പൂർത്തിയായി. 3 പള്ളികളിലായാണ് 7 പേർക്ക് അന്ത്യവിശ്രമം ഒരുക്കിയത്. സ്കൂളിലെ പ്രധാന അധ്യാപിക അജിതയുടെ സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്തും ആശയുടേത് കൊളത്തൂരിൽ വീട്ടുവളപ്പിലുമാണ് നടന്നത്. അപകടത്തിൽ പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അപകടത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചിച്ചു. ഒരു നാട് കണ്ണീർ പുഴയായ കാഴ്ചയായിരുന്നു അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് കണ്ടത്. കണ്ണീരും വിലാപവും നിറഞ്ഞ ഒരു രാത്രി പിന്നിട്ട് പുലർച്ചെയായപ്പോഴേക്കും പാങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു. പുലർച്ചെ വരെ നീണ്ട പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം 9 പേരുടെയും ഭൗതിക ശരീരങ്ങളും വഹിച്ചുള്ള ആംബുലൻസുകൾ പുറപ്പെട്ടതായി പൊള്ളാച്ചിയിൽ നിന്ന് വിവരം കിട്ടിയപ്പോൾ മുതൽ തന്നെ പ്രിയപ്പെട്ടവരെ ഏറ്റുവാങ്ങാനായി നാട് തയ്യാറെടുപ്പ് തുടങ്ങിയിരുന്നു. ആരും പ്രേരിപ്പിക്കാതെ, ആരുടെയും നിർദ്ദേശത്തിന് കാത്തുനിൽക്കാതെ ജനക്കൂട്ടം വരിവരിയായി മൈതാനത്തിന്റെ ഓരം ചേർന്ന് നിന്നു. ഇതിനിടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ പലരും പലവട്ടം വിതുമ്പി. മലപ്പുറം പാങ്ങിലെ അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് പ്രിയപ്പെട്ടവർക്ക് അവർ വിട ചൊല്ലുന്നത് നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് മലയാളികൾ കണ്ടുനിന്നത്. പ്രിയ അധ്യാപകർക്ക് യാത്രാമൊഴിയേകാനായി യൂണിഫോമിൽ എത്തിയ പാങ്ങ് LP സ്കൂളിലെ കൊച്ചുകുട്ടികളായിരുന്നു വലിയ സങ്കടക്കാഴ്ച. 9 മണിയോടെ ദുരന്തത്തിൽ മരിച്ച 9 പേരുടെയും ഭൗതിക ശരീരങ്ങളും വഹിച്ചുള്ള തമിഴ്നാട് ഹെൽത്ത് സർവീസിന്റെ ആംബുലൻസുകൾ സ്കൂളിന്റെ പടി കടന്നു. അപ്പോഴേക്കും അന്തിമോപചാരം അർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി, PK കുഞ്ഞാലിക്കുട്ടി, മഞ്ഞലാം കുഴിയാലി MLA ഉൾപ്പെടെ നിരവധി പ്രമുഖരും പന്തലിൽ എത്തിയിരുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ 1.5 മണിക്കൂറോളം എടുത്താണ് പൊതുദർശനം പൂർത്തിയാക്കാനായത്. മജീദ് മാസ്റ്റർ ഭാര്യ റുഖിയ എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ പാങ്ങ് മാട്ടാത്ത് ജുമാ മസ്ജിദിലും അധ്യാപകരായ റംല, ഷക്കീല എന്നിവരുടെയും പാചകത്തൊഴിലാളി സാജിദയുടെയും സംസ്കാര ചടങ്ങുകൾ പാങ്ങ് വലിയ ജുമാഅത്ത് പള്ളിയിലും സുഹറയുടെയും മകൻ ഹിഷാമിന്റെയും ഖബറടക്കം ഈസ്റ്റ് പാങ്ങ് ജുമാ മസ്ജിദിലും നടന്നു. അധ്യാപിക അജിതയുടെ സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്തും ആശയുടേത് കൊളത്തൂർ തറവാട്ട് വീട്ടിലുമാണ് നടന്നത്. ചാവക്കാട് ഇടക്കഴിയൂരിൽ ബൈക്കിടിച്ച് കാൽനട യാത്രിക മരിച്ചു. ആറാങ്കല്ലിലെ മുട്ടിൽ മൻസൂറിന്റെ ഭാര്യ 44 വയസ്സുള്ള ഹസീനയാണ് മരിച്ചത്. ബൈക്ക് യാത്രികൻ കോഴിക്കോട് സ്വദേശി 35 വയസ്സുള്ള അക്ഷയ്, ഹസീനയുടെ ഒപ്പമുണ്ടായിരുന്ന ബന്ധു 2 വയസ്സുള്ള ഐഷ എന്നിവർക്ക് പരിക്കുണ്ട്. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. പൊന്നാനിയിൽ നിന്ന് ആറാങ്കല്ലിൽ ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകുമ്പോഴാണ് കോഴിക്കോട് സ്വദേശി ഓടിച്ചിരുന്ന ബൈക്ക് ഇവരെ ഇടിച്ചു വീഴ്ത്തിയത്. റോഡിൽ തെറിച്ചു വീണ ഇവരെ പൊന്നാനി പോലീസാണ് ജീപ്പിൽ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഹസീനയുടെ ഖബറടക്കം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പൊന്നാനിയിൽ നടന്നു.
അഴിമതിയുടെ പേരിൽ പുന്നൂർ ശ്മശാനത്തെ തകർക്കാൻ ശ്രമിച്ചവർ വിശ്വാസികളോടും പൊതുജനങ്ങളോടും മാപ്പ് പറയണമെന്ന് UDF ആവശ്യപ്പെട്ടു. ദഹിപ്പിക്കാൻ കൊണ്ടുവന്ന മൃതദേഹം യന്ത്ര തകരാർ മൂലം പകുതി മാത്രം കത്തിയ നിലയിൽ മണിക്കൂറോളം കിടക്കേണ്ടി വന്ന സാഹചര്യം പരിഷ്കൃത സമൂഹത്തിന് തന്നെ അപമാനമാണെന്നും UDF നേതൃത്വം ആരോപിച്ചു. ക്രിമിറ്റോറിയത്തിലെ ദൗർഭാഗ്യകരമായ സംഭവം മുൻ LDF ഭരണസമിതിയുടെ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും തെളിവാണെന്ന് UDF നേതൃത്വം കുറ്റപ്പെടുത്തി. കഴിഞ്ഞ LDF ഭരണസമിതി വലിയ അവകാശവാദങ്ങളോടെയും അഹങ്കാരത്തോടെയും ധൃതി പിടിച്ചാണ് ശ്മശാന മണ്ഡപത്തിന്റെ പണികൾ പൂർത്തിയാക്കിയത്. ഗുണനിലവാരമില്ലാത്ത യന്ത്രസാമഗ്രികൾ വാങ്ങിയതിനും വേണ്ടത്ര പഠനം നടത്താതെ പദ്ധതി നടപ്പിലാക്കിയതിനും പിന്നിൽ വലിയ അഴിമതി നടന്നുവെന്ന ആരോപണം ശരിവയ്ക്കുന്ന നടപടികളാണ് ഉണ്ടായത്. ഉത്തരവാദിത്വമില്ലാത്ത ഏജൻസിയെയാണ് യന്ത്രസംവിധാനത്തിന്റെ ചുമതല ഏൽപ്പിച്ചത്. തകരാർ മൂലം മൃതദേഹത്തിന്റെ കാലുകൾ മാത്രം കത്തുകയും ബാക്കി ഭാഗം 3 മണിക്കൂറിലധികം അനാഥമായി കിടക്കുകയും ചെയ്തു എന്നത് മൃതദേഹത്തോടുള്ള അനാദരവും മനസാക്ഷിയെ മരവിപ്പിക്കുന്നതുമാണ്. ഏജൻസി അധികൃതർ വൈകിയെത്തി തകരാർ പരിഹരിച്ചെങ്കിലും അന്ത്യകർമ്മങ്ങൾ പോലും മാന്യമായി നടത്താൻ കഴിയാത്ത വിധം ദുർബലമായ ഒരു സംവിധാനമാണ് LDF ഭരണസമിതി ഒരുക്കിയതെന്ന് നിലവിലെ ഭരണസമിതി കുറ്റപ്പെടുത്തി. വീഴ്ചകൾ പരിഹരിക്കാനും ജനങ്ങൾക്കർഹമായ സേവനം ഉറപ്പുവരുത്താനും UDF ഭരണസമിതി ക്രിയാത്മകമായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. അഴിമതിയുടെ പേരിൽ ഈ ശ്മശാനത്തെ തകർക്കാൻ ശ്രമിച്ചവർ വിശ്വാസികളോടും പൊതുജനങ്ങളോടും മാപ്പു പറയണമെന്ന് UDF ആവശ്യപ്പെട്ടു. ക്രിമിറ്റോറിയവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണത്തിന് നടപടി സ്വീകരിക്കണമെന്നും UDF പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പുന്നൂർക്കുളം സ്വദേശി മരിച്ചു. KSEB സബ് ഡിവിഷന് സമീപം താമസിക്കുന്ന കൊട്ടാരംപാട്ടയിൽ 31 വയസ്സുള്ള ഷമീറാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വേലൂരിൽ വെച്ചായിരുന്നു അപകടം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരിച്ചത്. പോലീസ് നടപടിക്ക് ശേഷം മണ്ടത്തോട് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തി. ഹുസൈൻ മിസരിയ ദമ്പതികളുടെ മകനാണ് ഷമീർ. ഫാത്തിമ ഷെറിൻ ഭാര്യയും ഷമാസ് മകനുമാണ്. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം മുൻ സെക്രട്ടറി അമീർ ഹുസൈൻ സഹോദരനാണ്. ഗുരുവായൂർ താമരയൂർ കൊടുവള്ളിശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. 30,000-ലധികം രൂപയും വിലപിടിപ്പുള്ള പൂജാപാത്രങ്ങളും മോഷ്ടാക്കൾ കവർന്നു. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനായി മേൽശാന്തി നട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. ക്ഷേത്രത്തിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ഇൻവെർട്ടർ ഓഫാക്കുകയും ചെയ്ത ശേഷമാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. തെളിവ് നശിപ്പിക്കാനായി ക്ഷേത്രത്തിനകത്തെ CCTV ക്യാമറകൾ തിരിച്ചുവെക്കുകയും ദൃശ്യങ്ങൾ ശേഖരിക്കുന്ന DVR പൂർണ്ണമായും എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു. ശ്രീകോവിലിന് മുന്നിലുള്ള പ്രധാന ഭണ്ഡാരം കുത്തി തുറന്ന നിലയിലാണ്. ഉത്സവത്തിനും വിഷുവിനും ശേഷം ഭണ്ഡാരം തുറന്ന് എണ്ണിയിട്ടില്ലാത്തതിനാൽ ഭണ്ഡാരത്തിൽ 25,000 രൂപയിൽ കൂടുതൽ ഉണ്ടാകുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ഇന്ന് കാലത്ത് അമ്പലം തുറക്കാൻ വേണ്ടി തിരുമേനി മറ്റേ കൂടുള്ള പണിക്കാരനും കൂടി വന്നപ്പോഴാണ് ഈ അമ്പലത്തിന്റെ സാധനം പൊളിച്ചു കണ്ടത്. സ്റ്റോർ റൂമിന്റെ ഡോറ് പൊളിച്ചു കണ്ടു. ഡോറ് പൊളിച്ച് അകത്ത് കയറി നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പൈസയുടെ അറിയുന്ന ബോക്സ് കാണാനില്ല. അത് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അകത്ത് കയറി നോക്കിയപ്പോൾ ശ്രീകോവിലിന്റെ മുൻവശത്തുള്ള ഭണ്ഡാരം കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. കുത്തിപ്പൊളിച്ച് അതിലുണ്ടായിരുന്ന പൈസ മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരുമേനി താമസിക്കുന്ന റൂമിന്റെ ഡോറും കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. അന്നദാന റൂമിന്റെ വാതിൽ പൊളിച്ച് അതിന്റെ അകത്ത് കയറി ആ ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് എന്ന ബോക്സ് അടക്കം അഴിച്ചു കൊണ്ടുപോയേക്കാണ്. ആ ബോക്സ് കറക്റ്റ് ആയിട്ട് ഇരിക്കുന്ന സ്ഥലങ്ങൾ വരെ അറിയാവുന്ന ഒരാള് ചെയ്ത രീതിയിലാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇവിടെ. കൂടാതെ ക്ഷേത്രം ഓഫീസിന്റെ പൂട്ട് തകർത്ത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 5,000 രൂപയും മോഷ്ടിച്ചു. വിവിധ വഴിപാടുകൾ ചീട്ടാക്കിയ ഇനത്തിൽ ലഭിച്ച തുകയാണിത്. ഇതിനു പുറമെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന ഓടിന്റെ നിലവിളക്കുകളും പൂജകൾക്കായി ഉപയോഗിക്കുന്ന ചെമ്പിന്റെ കലശക്കുടങ്ങളും മോഷ്ടിച്ചിട്ടുണ്ട്. വിവരമറിഞ്ഞ് ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. ക്ഷേത്രത്തിലെ DVR നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പരിസര പ്രദേശങ്ങളിലെയും റോഡുകളിലെയും CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രസിദ്ധമായ കാട്ടാക്കമ്പാൽ ഭഗവതി ക്ഷേത്രത്തിൽ പൂരത്തിന് തുടക്കം കുറിക്കുന്ന ഭഗവതിയുടെ ആറാട്ട് തിങ്കളാഴ്ച നടക്കും. 27-28 തീയതികളിലായിട്ടാണ് പ്രസിദ്ധമായ കാട്ടാക്കമ്പാൽ പൂരാഘോഷം. തിങ്കളാഴ്ച വൈകിട്ട് ദേശതട്ടാൻ താലിയും ദേശപണിക്കർ നൂലും സമർപ്പിക്കുന്നതോടെ ഭഗവതി ആറാട്ടിന് എഴുന്നള്ളും. ആറാട്ടിന് ശേഷം തിരിച്ചെഴുന്നുള്ള ഭഗവതിയെ ക്ഷേത്രത്തിന് ചുറ്റും പറവെച്ച് ഭക്തർ സ്വീകരിക്കും. പൂരദിവസമായ 27-ന് വൈകിട്ട് ക്ഷേത്രത്തിൽ കാളി ദാരിക വാക്പൂര് അരങ്ങേറും. കാളിയെ പേടിച്ച് ദാരികൻ മായൽ മറയുന്ന സങ്കല്പത്തോടെ പകൽപൂരം സമാപിക്കും. 28-ാം തീയതി രാവിലെ ക്ഷേത്രത്തിൽ എത്തുന്ന കാളിയും ദാരികനും ആദ്യം വാക്പൂര് ആരംഭിക്കും. പേടിച്ചോടി ഒളിക്കുന്ന ദാരികനെ കണ്ടെത്തി പ്രതീകാത്മക വധം നടത്തി ദാരിക കിരീടവുമായി കാളി മടങ്ങുന്നതോടുകൂടിയാണ് പൂരത്തിന് സമാപനം ആവുക. മറ്റു നിത്യസഹായ മാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഏപ്രിൽ 17 മുതൽ 21 വരെയുള്ള തീയതികളിലായിട്ടാണ് ഭക്തിപരമായ ചടങ്ങുകളോടെ തിരുനാൾ ആഘോഷിക്കുന്നത്.
ജില്ലയിലെ പ്രധാന മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 88ാം പ്രതിഷ്ഠാ തിരുനാളിന് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പാലക്കാട് രൂപതാ ബിഷപ്പ് എമിരറ്റ്സ് മാർ ജേക്കബ് മനത്തോടത്തിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നീ തിരുകർമ്മങ്ങളോടെയാണ് തുടക്കമായത്. ഫാദർ ജിനിൽ കുത്തൂർ, ഫാദർ സ്റ്റീഫൻ അറക്കൽ എന്നിവർ സഹകാർമ്മികരായി. പ്രസിഡന്റി വാഴ്ചയും തിരുനാളിനോടനുബന്ധിച്ചുള്ള തീർത്ഥകേന്ദ്രത്തിന്റെ ദീപാലങ്കാരം, നിലപ്പന്തൽ ദീപാലങ്കാരം എന്നിവയുടെ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. വൈകിട്ട് 7:30 മെഗാ മ്യൂസിക് ബാൻഡ് അരങ്ങേറി. ശനിയാഴ്ച രാവിലെ 6 മണിക്കുള്ള ദിവ്യബലിക്ക് ശേഷം കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള കിരീടം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വൈകിട്ട് 5 മണിക്ക് രാമനാഥപുരം രൂപതാ ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കിരീട സമർപ്പണം, കുർബാന, തിരുനാൾ നേർച്ചയൂട്ടിന്റെ ആശീർവാദവും ഉണ്ടായി. രാത്രി 10 മണിക്ക് കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള കിരീടം എഴുന്നള്ളിപ്പിന്റെ സമാപനവും തേര് മത്സരവും ബാൻഡ് വാദ്യ മത്സരവും നടക്കും. ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 5:30-നും 7:00-നും 8:30-നും വൈകിട്ട് 4 മണിക്കും തീർത്ഥകേന്ദ്രത്തിൽ ദിവ്യബലി ഉണ്ടാകും. രാവിലെ 10:30 ഫാദർ വിനിൽ കുരിശുതറ മുഖ്യ കാർമ്മികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടക്കും. ഡോക്ടർ ഫ്രാൻസിസ് എലുവത്തിങ്കൽ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ സ്റ്റീഫൻ അറയ്ക്കൽ സഹകാർമ്മികനാകും. ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് ഇടവക പള്ളിയിൽ ഇറ്റാനഗർ ബിഷപ്പ് മാർ ബെന്നി വർഗീസ് ഇടത്തട്ടയിൽ കാർമ്മികത്വം വഹിക്കുന്ന ദിവ്യബലിയെ തുടർന്ന് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പ് ആരംഭിക്കും. രാത്രി 9 മണിയോടെ കിരീടം എഴുന്നള്ളിപ്പ് തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിക്കും. തുടർന്ന് വർണ്ണമഴ, മെഗാ ബാൻഡ് മേളം എന്നിവ അരങ്ങേറും. തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് തീർത്ഥാടന കേന്ദ്രത്തിൽ ജലന്ധർ രൂപതാ ബിഷപ്പ് എമിരറ്റ്സ് മാർ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ റാസ കുർബാനയും സമർപ്പിത സംഗമവും നടക്കും. വൈകിട്ട് 7-ന് നാടകാവതരണവും ഉണ്ടാകും. ചൊവ്വാഴ്ച പ്രവാസി കൂട്ടായ്മയുടെയും തിരുനാൾ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സെലിബ്രിറ്റി ഗാനമേളയും നടക്കും. തിരുനാൾ ആഘോഷത്തിന് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ, കൈക്കാരൻ ഷാജ് കെ സൈമൺ, സി കെ ജോയ്, എം ജെ ജോഷി, സി ടി സ്പാർട്ടക്സ്, ജനറൽ കൺവീനർ സെബി തോമസ് എന്നിവർ നേതൃത്വം നൽകും. മറ്റു നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള നേർച്ചയൂട്ട് ആരംഭിച്ചു. ശനിയാഴ്ച വൈകിട്ട് മുതൽ നിത്യസഹായ മാതാ ഓഡിറ്റോറിയത്തിലാണ് വിശ്വാസികൾക്കായി നേർച്ച ഭക്ഷണം നൽകുന്നത്. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ 88ാം പ്രതിഷ്ഠാ തിരുനാളിനോടനുബന്ധിച്ച് വിശ്വാസികൾക്കായി ഒരുക്കുന്ന നേർച്ചയൂട്ട് ആരംഭിച്ചു. രാവിലെ മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ കാർമ്മികനായുള്ള വെഞ്ചരിപ്പ് കർമ്മത്തിനു ശേഷം അടുപ്പിലേക്ക് തീ പകർന്നതോടെയാണ് കലവറ സജീവമായത്. കൈക്കാരൻ ഷാജ് കെ സൈമൺ, ജനറൽ കൺവീനർ സെബി തോമസ്, ജോയിന്റ് കൺവീനർ സി ടി ജെയിംസ്, ഊട്ടുകമ്മിറ്റി കൺവീനർ എം വി ജോജു, ജോയിന്റ് കൺവീനർ കെ എം ആന്റണി, ഊട്ടുകമ്മിറ്റി അംഗങ്ങൾ, പാചകത്തിന് നേതൃത്വം നൽകുന്ന മോഹനൻ വാഗ, സഹായികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി 25,000-ഓളം പേർ നേർച്ചയൂട്ടിൽ പങ്കെടുക്കുമെന്ന് ഊട്ടുകമ്മിറ്റിയുടെ കൺവീനർ എം വി ജോജു പറഞ്ഞു. ചോറ്, സാമ്പാർ, കായയും പയറും ഉപ്പേരി, ചെത്തുമാങ്ങ അച്ചാർ എന്നീ വിഭവങ്ങളാണ് നേർച്ചയൂട്ടിനായി തയ്യാറാക്കിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഗ്യാസ് ഉപയോഗിച്ചാണ് ഭക്ഷണം പാചകം ചെയ്തിരുന്നെങ്കിൽ ഇക്കുറി ഗ്യാസിന്റെ ക്ഷാമത്തെ തുടർന്ന് വിറകുപയോഗിച്ചാണ് ഭക്ഷണം തയ്യാറാക്കുന്നതെന്നും ജോജു വ്യക്തമാക്കി. മാതാവിന്റെ പെരുന്നാളിന്റെ 85ാം പെരുന്നാളിന്റെ ഊട്ട് തിരുനാളാണ് നമ്മൾ ആരംഭിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് നടന്നിരുന്നത്. അതിൻ്റെ ഒരു പരിചയക്കുറവുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ഗ്യാസ് ആയിരുന്നു എല്ലാ കൊല്ലവും കിട്ടിയിരുന്നത്. ഇക്കൊല്ലം അത് വിറകാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. 25,000 പേർക്കുള്ള ഭക്ഷണമാണ് നമ്മളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. 20,000 ആൾക്കാർ, ഉദ്ദേശം 20,000 ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കും. 5,000 പാർസൽ നമ്മൾ റെഡിയാക്കും. അതേപോലെ ചോറ്, സാമ്പാർ, മാങ്ങ അച്ചാർ ഇന്നലെ ഇട്ടു, മാങ്ങ അച്ചാർ, അതേപോലെ പയറും കായും ഉപ്പേരി, ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത്. ഒരു വൈകിട്ട് 5 മണിക്ക് ശേഷം നമ്മളിവിടെ ഊട്ട് ആരംഭിക്കും. തുടർച്ചയായി നാളെ വൈകിട്ട് വരെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. ശനിയാഴ്ച വൈകിട്ട് ആരംഭിക്കുന്ന നേർച്ചയൂട്ട് ഞായറാഴ്ച വൈകുന്നേരം വരെ തുടരും. വിവിധ ദേശങ്ങളിൽ നിന്നായി തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനും നേർച്ചയൂട്ട് കഴിക്കുന്നതിനുമായി ആയിരങ്ങളാണ് വനമാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുക. വിശ്വാസികൾക്കായി ഏകദേശം 5,000-ലേറെ പാക്കറ്റ് നേർച്ച ഭക്ഷണം പാഴ്സലായി നൽകാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ട് തിരുകർമ്മങ്ങൾക്കിടെ ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ടാണ് നേർച്ച ഭക്ഷണത്തിൻ്റെ വെഞ്ചരിപ്പ് നടത്തിയത്. തുടർന്ന് വിശ്വാസികൾക്കായി നേർച്ച ഭക്ഷണത്തിൻ്റെ വിതരണവും നടന്നു. പാറമ്പാടത്ത് കാറിന് പുറകിൽ ബസ് ഇടിച്ച അപകടം. കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന KSRTC ബസിന് മുൻവശം പോയിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണ് അപകടത്തിന് കാരണമായത്. കാറിന്റെ പിൻവശം തകർന്നു. ആർക്കും പരിക്കില്ല. ശനിയാഴ്ച രാവിലെ 11:30-ക്കായിരുന്നു അപകടം. തിച്ചൂർ കാവുങ്ങൽ ട്രസ്റ്റിന്റെ പ്രഥമ കഥകളി സ്മരണാഞ്ജലി പുരസ്കാരം സമർപ്പിച്ചു. കാവുങ്ങൽ തറവാട്ടിലെ പ്രശസ്ത കഥകളി ആചാര്യന്മാരായ
കാവുങ്ങൽ വലിയ ശങ്കര പണിക്കർ, കാവുങ്ങൽ ശങ്കരൻകുട്ടി പണിക്കർ, പത്മശ്രീ കാവുങ്ങൽ ചാത്തുണ്ണി പണിക്കർ എന്നിവരുടെ പേരിലാണ് സ്മരണാഞ്ജലി പുരസ്കാരം നൽകിയത്. സദനം കറ്റശ്ശേരി രാമൻകുട്ടി നായർ, സദനം കൃഷ്ണൻകുട്ടി നായർ, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാൻ എന്നിവരെയാണ് പുരസ്കാരം നൽകി ആദരിച്ചത്. പ്രശസ്ത എഴുത്തുകാരൻ കലാധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അശ്വതി ഉണ്ണികൃഷ്ണനും ദേവിക രാജേഷും ഗീതോപദേശം അവതരിപ്പിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് ശിവശങ്കര പണിക്കർ, സെക്രട്ടറി അരവിന്ദാക്ഷ പണിക്കർ, വൈസ് പ്രസിഡന്റ് വിജയകുമാർ, കെ മോഹൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് കലാമണ്ഡലം സുബ്രഹ്മണ്യൻ ആശാന്റെ നേതൃത്വത്തിൽ ദക്ഷയാഗം മേജർ സെറ്റ് കഥകളി നടന്നു. ഒൻപതാമത് വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന് മിഴി തെളിഞ്ഞു. പ്രശസ്ത കവി മധുസൂദനൻ നായർ നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. നാടകോത്സവ സംഘാടക സമിതി ചെയർപേഴ്സൺ പി കൃഷ്ണദാസ് അധ്യക്ഷനായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് മുഖ്യാതിഥിയായി. സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പാവതി പൊയ്പാടത്ത് വിശിഷ്ടാതിഥിയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, വേലൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ജമീല രാജീവ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീന സാബു, രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരായ അബിൽ ബേബി, ഫ്രെഡി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. EM വിനീത് സ്വാഗതവും നാടകോത്സവം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ KK രാജൻ നന്ദിയും പറഞ്ഞു. 5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന നാടകോത്സവം വേലൂർ ഗവൺമെന്റ് രാജാ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ ഭാഗമായി ചിൽഡ്രൻസ് തിയേറ്റർ വർക്ക്ഷോപ്പ് ആരംഭിച്ചു. തുടർച്ചയായി 9ാം വർഷമാണ് വർക്ക്ഷോപ്പ് നടക്കുന്നത്. ഗവൺമെന്റ് രാജാ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രമുഖ ഗാന്ധിയൻ ഗിരീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നൃത്ത സംഗീത അധ്യാപിക തിലോത്തമ അധ്യക്ഷയായി. സ്കൂൾ പ്രിൻസിപ്പൽ S കവിത, പ്രധാനാധ്യാപകൻ രത്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചിൽഡ്രൻസ് തിയേറ്റർ വർക്ക്ഷോപ്പ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലിൻസി സേവ്യർ സ്വാഗതവും PS ശ്രീലക്ഷ്മി നന്ദിയും പറഞ്ഞു. ഈ മാസം 18 മുതൽ 22 വരെ 5 ദിവസങ്ങളിലായിട്ടാണ് ക്യാമ്പ് നടക്കുന്നത്. എപ്പോഴും എൻ്റെ ഉള്ളിൽ വരുന്നൊരു വാചകമുണ്ട്, നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട്. ഇന്ന് തന്നെ വായിക്കണമെന്നൊന്നുമില്ല. സമയം കിട്ടുമ്പോൾ കുട്ടികൾക്കും വായിക്കാം. ആ പുസ്തകം 3 തവണ വായിക്കണം എന്നാണ് പറഞ്ഞത്. ആ പുസ്തകം 3 തവണ വായിക്കണം എന്നാണ് പറഞ്ഞത്. 3 തവണ അടുപ്പിച്ച് 3 തവണ വായിക്കുക എന്നല്ല പറഞ്ഞത്. ഞാൻ പറയണ മനസ്സിലാവുണ്ടല്ലോ അല്ലേ? 3 തവണ വായിക്കണം എന്നാണ് പറഞ്ഞത്. ഒന്ന് കുട്ടിയായിരിക്കുമ്പോൾ വായിക്കണം, മറ്റൊന്ന് യുവാവായിരിക്കുമ്പോൾ വായിക്കണം, പിന്നെ ഒന്ന് എന്നെപ്പോലെ വൃദ്ധനാകുമ്പോൾ വായിക്കണം. കൊച്ചു രാജകുമാരൻ അല്ലെങ്കിൽ ലിറ്റിൽ പ്രിൻസ് അറിഞ്ഞ ഒരു പുസ്തകമുണ്ട്. ദേശീയപാത 66 ഗതാഗത നിയമം ലംഘിച്ചുള്ള വാഹനയാത്രയും കാൽനട യാത്രയും അപകടങ്ങൾക്കിടയാക്കുകയാണ്. അശ്രദ്ധയും നിയമങ്ങൾ പാലിക്കാനുള്ള വിമുഖതയും ഗുരുതരമായ അപകടങ്ങൾക്കും ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്കും നയിക്കുകയാണ്. 2 മാസത്തിനുള്ളിൽ ദേശീയപാതയിൽ 4 അപകട മരണങ്ങളാണ് ഈ വിധമുണ്ടായത്. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ഇതിൽ പലർക്കും ഗുരുതര സ്വഭാവത്തിലുള്ള പരിക്കാണ് ഉണ്ടായത്. ദേശീയപാതയിൽ ഒരു ദിശയിലേക്ക് മാത്രം സഞ്ചരിക്കാനുള്ള ട്രാക്കിൽ എതിർദിശയിലേക്ക് വാഹനം കൊണ്ടുപോകുന്നത് പതിവായതാണ് അപകടങ്ങൾക്കുള്ള ഒരു കാരണം. ഇരുചക്രവാഹന യാത്രികരാണ് ഈ വിധം നിയമം ലംഘിക്കുന്നത്. കാൽനടയാത്രികർ വാഹനങ്ങളെ ശ്രദ്ധിക്കാതെ റോഡ് മുറിച്ചു കടക്കുന്നതും വലിയ അപകട സാധ്യതയാണ്. മേഖലയിൽ ദേശീയപാത ഗതാഗതത്തിനായി തുറന്നുകൊടുത്തതോടെ വാഹനങ്ങളുടെ തോത് വർദ്ധിച്ചിട്ടുണ്ട്. ചീറിപ്പാഞ്ഞു വരുന്ന വേഗതയിലാണ് ഇതുവഴി വാഹനങ്ങൾ കടന്നുപോകുന്നത്. നിലവിൽ ദേശീയപാത നിയമമനുസരിച്ച് ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനും കാൽനടയാത്ര നടത്താനും അനുമതിയില്ല. ഇതെല്ലാം ലംഘിക്കപ്പെടുന്നതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. സർവീസ് റോഡിൽ നിന്ന് താൽക്കാലിക സ്റ്റെപ്പ് ഒരുക്കിയും കല്ല് അടുക്കി വെച്ചുമാണ് റോഡിൻ്റെ ഒരു ഭാഗത്തു നിന്ന് എതിർവശത്തേക്ക് ആളുകൾ കടക്കുന്നത്. നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത മൂലമാണ് നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നത്. ജീവന് വില കൽപ്പിക്കാതെ ചിലർ നടത്തുന്ന പ്രവൃത്തികൾ അപകടങ്ങളുടെ തോത് വർദ്ധിപ്പിക്കുകയാണ്. ഇത്തരം വിഷയങ്ങളിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. മതസൗഹാർദ്ദത്തിന്റെ ഉജ്ജ്വല പ്രതീകമായ ഗുരുവായൂർ എടപ്പള്ളി ചന്ദനക്കുട നേർച്ച ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ജാതിമത ഭേദമന്യേ 100 കണക്കിന് വിശ്വാസികളാണ് എടപ്പള്ളി മഖാമിൽ നടന്ന ആഘോഷങ്ങളിൽ പങ്കുചേരാൻ എത്തിയത്. നാടിനു വേണ്ടി പടവെട്ടി വീരമൃത്യു വരിച്ച എടപ്പള്ളി നാലകത്ത് ചാന്തിപ്പുറത്ത് ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ 238ാമത് ആണ്ട് നേർച്ചയാണ് ചന്ദനക്കുടമായി ആഘോഷിച്ചത്. നേർച്ചയുടെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകൾ മഖാം പരിസരത്ത് എത്തിച്ചേർന്നു. പാലിയൂർ മോസ്കോ നഗറിൽ നിന്ന് താബൂത്ത് കാഴ്ചയും ഗമയ നഗറിൽ നിന്ന് കൊടിയേറ്റ കാഴ്ചയും ജാറമംഗളത്തിലെത്തി.
ബെൻസെറ്റ്, മുട്ടുംവിളി, ദഫ്മുട്ട്, കോൽക്കളി, തമ്പൂർ എന്നിവ കാഴ്ചകൾക്ക് കൊഴുപ്പേകി. ചക്രക്കഞ്ഞി വിതരണത്തിലും നേർച്ചഭക്ഷണ വിതരണത്തിലും ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ പങ്കാളികളായി. ശ്രീ കാർത്യായനി ദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവവും പൂരാഘോഷവും ഞായറാഴ്ച. ആഘോഷ കാഴ്ചകൾ ഉച്ചയ്ക്ക് 3 മണി മുതൽ CCTV സിനിമാ ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ഏപ്രിൽ 13-ന് ക്ഷേത്രശുദ്ധിയും 14-ന് കൊടിയേറ്റവും, തുടർന്ന് വലിയ ആറാട്ട് വരെയുള്ള ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ ഉഷപൂജ, നിർമ്മാല്യ ദർശനം, കലശാഭിഷേകം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, ആറാട്ട് എഴുന്നള്ളിപ്പ്, കുളക്കടവിൽ പൂജ തുടങ്ങിയ പ്രത്യേക ചടങ്ങുകൾ നടന്നു. ദിവസവും ഉത്സവക്കഞ്ഞി വിതരണവും ക്ഷേത്രമൈതാനിയിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വലിയ ആറാട്ട് ദിവസമായ ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം കുളക്കടവിൽ ആറാട്ടുകുളിക്കു ശേഷം ഭഗവതി ആനപ്പുറത്തേറി പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളും. കൊടിമരച്ചുവട്ടിൽ നിറപറ വെച്ച് എതിരേറ്റതിനു ശേഷം ഉത്സവത്തിന് കൊടിയിറങ്ങും. തുടർന്ന് 25 കലശം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ശ്രീഭൂതബലി, ബ്രാഹ്മണിപ്പാട്ട് എന്നിവയും ഉണ്ടായിരിക്കും. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വവും ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികത്വവും വഹിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ ആരംഭിക്കുന്ന പ്രാദേശിക പൂരാഘോഷങ്ങൾ വൈകിട്ട് 5:50 മുതൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കും. ക്ഷേത്ര പ്രദക്ഷിണത്തിനു ശേഷം 8 മണിക്ക് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 26 ഗജവീരന്മാർ അണിനിരക്കും. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണത്തിലുള്ള പാണ്ടിമേളം അകമ്പടിയാകും. രാത്രി പൂരമാവർത്തനവും രാവിലെ വടക്കൻ വാതിൽക്കൽ 18-ാം കർമ്മവും മധുവേലയും ദണ്ഡുപറി തുടങ്ങിയ ചടങ്ങുകളും ഭദ്രകാളി നടയിൽ പറവെപ്പും ഉണ്ടായിരിക്കും. വിവിധ ദിവസങ്ങളിലായി നടന്ന ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് AV ബാലൻ, സെക്രട്ടറി TR രബീഷ്, ട്രഷറർ K ദിലീപ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 100 മേനി വിജയവുമായി വെള്ളിത്തിരുത്തി ബ്ലൂംബെർഗ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂൾ. 107 വിദ്യാർത്ഥികൾക്ക് ഡിസ്റ്റിങ്ഷനും 126 വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ക്ലാസും 61 വിദ്യാർത്ഥികൾ 90% മുകളിലും മാർക്കുകൾ സ്വന്തമാക്കിയാണ് വിദ്യാലയം 100 മേനി വിജയം സ്വന്തമാക്കിയത്. 92.8% മാർക്ക് നേടിയ അൻവിത മോഹൻദാസ്, 92.4% മാർക്ക് നേടിയ ബിസ്ന ബ്രീസ്, 97.8% മാർക്ക് നേടിയ ശ്രേയ പ്രദീപൻ എന്നീ വിദ്യാർത്ഥികൾ 100 മേനി വിജയത്തിൽ വിദ്യാലയത്തിന്റെ മിന്നും താരങ്ങളായി. ഇവരുടെ തിളക്കമാർന്ന വിജയത്തിനൊപ്പം SSLC പരീക്ഷയിൽ 100% വിജയം നേടാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലും അഭിമാനത്തിലുമാണ് അധ്യാപകരും വിദ്യാർത്ഥികളും. ഉന്നത വിജയം സമ്മാനിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയ അധ്യാപകരെയും രക്ഷിതാക്കളെയും സ്കൂൾ മാനേജ്മെന്റ് അനുമോദിച്ചു. പഴമയുടെ മണമുള്ള ഓർമ്മച്ചെപ്പ് തുറന്ന് ഗുരുവായൂരിൽ അപൂർവ പൈതൃക പ്രദർശനം. നൂറ്റാണ്ടുകളുടെ ചരിത്രം വിളിച്ചോതി താളിയോല മുതൽ മെതിയടി വരെയുള്ള വിസ്മയ കാഴ്ചയായിരുന്നു പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നത്. ലോക പൈതൃക ദിനാചരണത്തോടനുബന്ധിച്ച് പൈതൃകം ഗുരുവായൂർ വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ EMS സ്ക്വയറിലാണ് പൈതൃക വസ്തുക്കളുടെ പ്രദർശനം നടത്തിയത്. പ്രദർശനം കാണാൻ നിരവധി പേരാണ് എത്തിയത്. നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അപൂർവ വസ്തുക്കളുടെ ശേഖരം ഒരുക്കിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വസ്തുക്കളാണ് പ്രദർശനത്തിലെ പ്രധാന ആകർഷണം. 300 വർഷത്തിലേറെ പഴക്കമുള്ള താളിയോലകളും 1 നൂറ്റാണ്ട് പിന്നിട്ട രാമായണം പുസ്തകവും ചരിത്രപ്രേമികളെ ആകർഷിച്ചു. വിവിധ കാലഘട്ടങ്ങളിലെ അപൂർവ നാണയങ്ങളും കറൻസികളും പ്രദർശനത്തിലുണ്ടായിരുന്നു. പഴയകാല പ്രൗഢി വിളിച്ചോതുന്ന വെറ്റിലച്ചല്ലം, നാടി, ഇടങ്ങഴി തുടങ്ങിയ അളവുപാത്രങ്ങളും പ്രദർശനത്തിൻ്റെ മാറ്റുകൂട്ടി. മരം കൊണ്ടുണ്ടാക്കിയ പഴയകാല പാദരക്ഷയായ മെതിയടി തുടങ്ങി ഒട്ടേറെ നിത്യോപയോഗ വസ്തുക്കളും പ്രദർശനത്തിന് മിഴിവേകി. ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന അപൂർവമായ പഴയകാല ക്യാമറകളുടെ ശേഖരം പ്രദർശനത്തിലെ വലിയൊരു പ്രത്യേകതയായിരുന്നു. ഫോട്ടോഗ്രഫി ഇന്നത്തെ പോലെ സുലഭമല്ലാത്ത കാലത്തെ സാങ്കേതികവിദ്യയെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ ഇത് സഹായിച്ചു. പഴമയുടെ മൂല്യം ചോരാതെ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഇത്തരം വസ്തുക്കൾ പുതിയ തലമുറയ്ക്ക് ഒരു വലിയ അറിവാണെന്ന് സംഘാടകർ പറഞ്ഞു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രരേഖകളും നിത്യോപയോഗ വസ്തുക്കളും ഒരു കുടക്കീഴിൽ അണിനിരന്നപ്പോൾ അത് കാണികൾക്ക് ഒരു വിജ്ഞാനയാത്രയായി മാറുകയായിരുന്നു. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസ്റ്റേഴ്സ് ദേവാലയത്തിൽ പാർക്കിംഗ് ഗ്രൗണ്ട് നവീകരിച്ച് സമർപ്പിച്ചു. 20,000-ലധികം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ടാറിംഗ് ചെയ്താണ് നവീകരിച്ചത്. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ വെഞ്ചരിപ്പ് നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ വിബി പുറത്തുകാരൻ, കൈക്കാരന്മാരായ അലക്സ് ചീരൻ, സോണി തോമസ്,
ജോസി ചുങ്കത്ത്, മനീഷ് സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവപ്പട്ടി ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറും CPM മങ്ങാട് സെന്റർ ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ KC വേലായുധന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. നെല്ലുവായ് CITU ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി അധ്യക്ഷത വഹിച്ചു. തിരുവപ്പട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, തിരുവപ്പട്ടി സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് OB സുബ്രഹ്മണ്യൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV വിവേക്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന പ്രദീപ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, CPI അസിസ്റ്റന്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AL ജോണി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, നെല്ലുവായ് വായനശാല പുരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ബ്രഹ്മകുളം ബദ്രിയ ഹയർ സെക്കൻഡറി മദ്രസ പ്രവേശനോത്സവവും ഡിജിറ്റൽ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനവും നടന്നു. മഹല്ല ഖത്തീബ് KK അബ്ദുൽസലാം ധാരമി ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മുഫത്തിച്ച് ബാദുഷ അൻവരി മുഖ്യപ്രഭാഷണം നടത്തി. മഹല്ല പ്രസിഡന്റ് ജാഫർ കിയര അധ്യക്ഷത വഹിച്ചു. സദർ മുവല്ലിം അബ്ദുറഹിമീൻ അഫ്സലി, സൈനുദ്ദീൻ യമാനി, ഫാഹിദ് യാസിർ നിസാമി, ദിൽഷ സനിയ, PK ഷാഫി, AA നസീർ തുടങ്ങിയവർ സംസാരിച്ചു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെ നഗരത്തിൽ നിറയുന്ന ബോധവൽക്കരണ സന്ദേശങ്ങൾ ശ്രദ്ധേയമാകുന്നു. ജനശ്രദ്ധ പതിയും വിധമാണ് കുന്നംകുളത്ത് പലയിടങ്ങളിലായി ചുവരെഴുത്തുകൾ സജീവമാകുന്നു. നഗരത്തിലെ പ്രധാന റോഡുകൾ, ബസ് സ്റ്റാൻഡുകൾ, സ്കൂൾ പരിസരങ്ങൾ, മാർക്കറ്റ് മേഖലകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ ചുമരുകളിൽ വരച്ച സന്ദേശങ്ങളാണ് ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. അതുവഴി പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത പൊതുജനങ്ങളിൽ കൂടുതൽ വ്യക്തമായി എത്തിക്കുകയാണ് ലക്ഷ്യം. പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നത് വായുമലിനീകരണത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതും ഉപയോഗശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ, കവറുകൾ, ഗ്ലാസുകൾ എന്നിവ മഴവെള്ളച്ചാലുകൾ അടയാൻ കാരണമാവുകയും വെള്ളക്കെട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതുമാണ് പ്രധാനമായും സന്ദേശങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ലളിതമായ ചിത്രങ്ങളിലൂടെയും മനസ്സിൽ പതിയുന്ന വാക്യങ്ങളിലൂടെയുമാണ് സന്ദേശമൊരുക്കിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് വേണ്ട, പ്രകൃതി വേണം, പുനരുപയോഗം ശീലമാക്കൂ, തുണിസഞ്ചി കയ്യിൽ കരുതൂ തുടങ്ങിയ വാക്യങ്ങളും മറ്റുമാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ പലയിടത്തും ചിത്രീകരിച്ചിരിക്കുന്നത്. കുട്ടികളെയും യുവാക്കളെയും കയ്യിലെടുക്കാൻ ഉതകുന്ന വിധം ഇവയെല്ലാം മനോഹരമാക്കാനും ബന്ധപ്പെട്ടവർ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ കാലക്രമേണ ചുവരെഴുത്തുകൾ മായാനുള്ള സാധ്യത പരിഗണിച്ച് ഈ സന്ദേശങ്ങൾ നിലനിർത്തും വിധം സംവിധാനങ്ങൾ തുടരേണ്ടതുണ്ട്. ലോക പൈതൃക ദിനത്തിന്റെ ഭാഗമായി പൈതൃകം ഗുരുവായൂർ നൽകി വരുന്ന പൈതൃക പുരസ്കാരം സോപാന സംഗീത കലാകാരൻ ജ്യോതിദാസ് ഗുരുവായൂരിനെ സമ്മാനിച്ചു. 10,001 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. EMS സ്ക്വയറിൽ നടന്ന പൈതൃക ദിനാചരണ ചടങ്ങ് തോൽപ്പാവക്കൂത്ത് കലാകാരൻ രാമചന്ദ്ര പുലവർ ഉദ്ഘാടനം ചെയ്തു. അഷ്ടപതി കലാകാരൻ അമ്പലപ്പുഴ വിജയകുമാർ മുഖ്യാതിഥിയായി. പൈതൃക ദിനാഘോഷ സമിതി ചെയർമാൻ ഡോക്ടർ KB പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ കല്ലൂർ ഉണ്ണികൃഷ്ണൻ, നാടോടി നൃത്ത കലാകാരി വൈഗ സുഭാഷ് എന്നിവരെ ആദരിച്ചു. വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, K സുഗതൻ, KK വേലായുധൻ, മുരളി അകമ്പടി തുടങ്ങിയവർ സംസാരിച്ചു. ചർച്ചകൾ, പൈതൃക വസ്തുക്കളുടെ പ്രദർശനം, വിഷു കൈനീട്ട വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. CPM പരാജയ ഭീതി മൂലം അക്രമങ്ങൾ അഴിച്ചുവിടുകയാണെന്ന് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ആരോപിച്ചു. ചാലിശ്ശേരി മൈലാടിക്കുന്ന് പ്രദേശത്ത് UDFന്റെ പ്രചരണ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതിനെതിരെ മണ്ഡലം UDF കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 4ാം തവണയും തുടർച്ചയായി ചാലിശ്ശേരി പഞ്ചായത്ത് ഭരിക്കുന്ന UDFന്റെ വിജയക്കുതിപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ കോളിളക്ക പ്രചാരണം കണ്ടിട്ടും വിറളിപൂണ്ട CPM അതിരുവിട്ട അക്രമങ്ങൾ അഴിച്ചുവിട്ട് ജനാധിപത്യത്തിനെ അവഹേളിക്കുകയാണെന്നും CV ബാലചന്ദ്രൻ പറഞ്ഞു. UDF മണ്ഡലം ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ അധ്യക്ഷത വഹിച്ചു. UDF തൃത്താല നിയോജക മണ്ഡലം ചെയർമാൻ TK സുനിൽകുമാർ, DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ, UDF ചാലിശ്ശേരി മണ്ഡലം കൺവീനർ റസാഖ് പുളിയഞ്ഞാലിൽ, മുഹമ്മദ് അലി ആനപ്പറമ്പിൽ, റോബർട്ട് തമ്പി, PI യൂസഫ്, PA നൌഷാദ്, KVK മൊയ്തു, സലീം ചാലിശ്ശേരി, സജീഷ് കളത്തിൽ, VR പ്രകാശ് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി മൈലാടിക്കുന്ന് പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് തലേന്ന് പാതിരാത്രിയിൽ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് ഫ്രെയിമും കാലുകളുമടക്കം കളവ് പോവുകയും 3 ഫ്ലെക്സ് ബോർഡുകൾ കീറി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ UDF ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.
ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഇടവക ദിനാഘോഷവും പൊതുസമ്മേളനവും ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര സ്വിച്ച് ഓൺ നിർവഹിച്ചു. വികാരി ഫാദർ റിജോ വിധേയത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇടവക സെക്രട്ടറി KJ ജിജോ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡീക്കൻ പ്രിൻസ് കിളിയം പ്രായിൽ, ജനറൽ കൺവീനർ PJ റാഫേൽ, ട്രസ്റ്റി CV ജേക്കബ്, കേന്ദ്ര സമിതി കൺവീനർ PI ആന്റോ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ MJ ജോഷി സ്വാഗതവും ജോയിന്റ് കൺവീനർ PT ആന്റണി നന്ദിയും പറഞ്ഞു. കുടുംബ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ കലാപരിപാടികൾ അരങ്ങേറി. പുന്നൂർക്കുളം ആൽത്തറ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പഞ്ചലോഹ ധ്വജപ്രതിഷ്ഠ ഏപ്രിൽ 23 വ്യാഴാഴ്ച പുണർത്തം നക്ഷത്രത്തിൽ രാവിലെ 7:45 മുതൽ 8:45 വരെയുള്ള ഇടവം രാശി മുഹൂർത്തത്തിൽ നടത്തും. ഇതിന്റെ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 2025 ഫെബ്രുവരി 1 പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്നും നിലം തൊടാതെ കൊണ്ടുവന്ന ഒറ്റത്തടി തേക്കൊഴിഞ്ഞ് ഓഗസ്റ്റ് 17 ചിങ്ങം 1 തൈലാധിവാസം നടത്തുന്നതിനായി എണ്ണത്തോണിയിലേക്ക് മാറ്റിയത്. 38ഓളം ഔഷധകൂട്ടുകളാൽ ഉണ്ടാക്കിയ തൈലത്തിൽ 8 മാസത്തോളം കിടത്തിയതിനു ശേഷമാണ് ആധാരശിലയ്ക്ക് മുകളിൽ സ്ഥാപിച്ചത്. ഏപ്രിൽ 18 ശനിയാഴ്ച രാവിലെ നട തുറന്നതു മുതൽ വേദിക, പത്മം, അഷ്ടദിക്പാലകർ, പറ, വെണ്ട, മാലാസ്ഥാനം, ലശുനം, ഘടം, മുകളിലെ പത്മം, മണ്ടിപ്പലക, വീരകാണ്ഡം, വാഹനം എന്നിവ സ്ഥാപിച്ച് ഏപ്രിൽ 23 പരികലശാഭിഷേകം നടത്തി ധ്വജപ്രതിഷ്ഠ നടത്തും. ക്ഷേത്രം തന്ത്രി പൊതിയിൽ ചേനാസ്മന ഗിരീശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ധ്വജപ്രതിഷ്ഠ ചടങ്ങുകൾ നടത്തുന്നത്. പരിപാടികൾക്ക് ക്ഷേത്രമൂരാളൻ കാട്ടുമാടമ്മന അഭിനവ് അനിൽ നമ്പൂതിരിപ്പാട്, കൊടിമര പ്രതിഷ്ഠാ കമ്മിറ്റി പ്രസിഡന്റ് KB സുകുമാരൻ, സെക്രട്ടറി ശ്യാം പനമുക്കിൽ, കൺവീനർ സുരേഷ് മാമ്പുള്ളി, RS രഞ്ജിത്ത് തുടങ്ങി കൊടിമര പ്രതിഷ്ഠാ കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. നെല്ലുവ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ വൈശാഖ മാസാചരണം ആരംഭിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം KP അജയൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ദേവസ്വം ബോർഡ് അംഗം KK സുരേഷ് ബാബു മുഖ്യാതിഥിയായി. തിരുവല്ലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ്, ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, സമിതി സെക്രട്ടറി ബൈജു എന്നിവർ സംസാരിച്ചു. ഇന്നു മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വൈശാഖ മാസാചരണത്തിൽ 4 ശ്രീമദ് ഭാഗവത സപ്താഹങ്ങൾ, അന്നദാനം, ചുറ്റുവിളക്ക്, നിറമാല, വിശേഷാൽ പൂജകൾ എന്നിവ ഉണ്ടാകും. കുന്നംകുളം മാനായിക്കൽ ഇലവന്ത്ര ഭഗവതി ക്ഷേത്രത്തിൽ 6 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം മേൽശാന്തി കണ്ണൻ മുണ്ടൂർ ഉദ്ഘാടനം ചെയ്തു. നാഗക്കളത്തിനും ഭൂതക്കളത്തിനും അറുമുഖൻ നെല്ലുവായി നേതൃത്വം നൽകും. ഏപ്രിൽ 19 ഹനുമാൻ കളം, ഏപ്രിൽ 20 വിഷ്ണുമായയ്ക്കും മുത്തപ്പനും കളം, ഏപ്രിൽ 21 ഭഗവതിക്ക് കളമെഴുത്തുപാട്ട് എന്നിവയുണ്ടാകും. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് ER വിജയൻ, സെക്രട്ടറി EG ഷനോജ്, ട്രഷറർ EB സുഷിൽ എന്നിവർ നേതൃത്വം നൽകും. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,250 രൂപ, സ്വർണം പവന് 1,14,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 275 രൂപ. ചരമം ഗുരുവായൂർ കേശവന്റെ പാപ്പാനായി വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ച മൂക്കുതല നാരായണൻ നായർ നിര്യാതനായി. 93 വയസ്സായിരുന്നു. മൂക്കുതല കൊണ്ടകത്ത് രാവുണ്ണി നായരുടെ മകനായി നാരായണൻ നായർ ഗുരുവായൂർ ദേവസ്വം മുൻ ആനപ്പാപ്പാനായിരുന്നു. മൂക്കുതല ഏർക്കര മനയ്ക്ക് സമീപം താമസിച്ചിരുന്ന അദ്ദേഹം ഗുരുവായൂർ കേശവന്റെ പാപ്പാന്മാരിൽ ജീവിച്ചിരുന്ന പ്രമുഖരിൽ ഒരാളായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പരതയായ നാരായണിയമ്മ ഭാര്യയും ശാന്ത, പ്രസന്ന, ഇന്ദിര, ഉണ്ണികൃഷ്ണൻ, സിന്ധു എന്നിവർ മക്കളുമാണ്. ചിറമനങ്ങാട് കനിവ് എന്റെ വീട് വൃദ്ധസദനത്തിലെ അന്തേവാസി ചാലിശ്ശേരി മണാളത്ത് വളപ്പിൽ മുഹമ്മദുണ്ണിയുടെ ഭാര്യ നബീസ നിര്യാതയായി. 73 വയസ്സായിരുന്നു. ഷറഫുദ്ദീൻ മകനാണ്. ഖബറടക്കം ചാലിശ്ശേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. കാവീട് മഴവഞ്ചേരി മനക്കൽ പരമേശ്വരൻ നമ്പൂതിരി നിര്യാതനായി. 95 വയസ്സായിരുന്നു. ചേത്തല മനക്കൽ ശ്രീദേവി അന്തർജനമാണ് ഭാര്യ. രേഖ, ഗീത എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്.
വാൽപ്പാറ ദുരന്തത്തിന് ഇരകളായ 6 അധ്യാപകർ ഉൾപ്പെടെ 9 പേർക്ക് കണ്ണീരോടെ നാട് വിട നൽകി. മലപ്പുറം പാങ്ങ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന പൊതുദർശനത്തിൽ പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. പുന്നയൂരിലെ വാതക ശ്മശാനത്തിൽ മൃതദേഹത്തോട് അനാദരവുണ്ടായ സംഭവം അഴിമതിയുടെ പേരിൽ ശ്മശാനത്തെ തകർക്കാൻ ശ്രമിച്ചവർ വിശ്വാസികളോടും പൊതുജനങ്ങളോടും മാപ്പ് പറയണമെന്ന് UDF. ദഹിപ്പിക്കാൻ കൊണ്ടുവന്ന മൃതദേഹം യന്ത്ര തകരാർ മൂലം പകുതി മാത്രം കത്തിയ നിലയിൽ മണിക്കൂറോളം കിടക്കേണ്ടി വന്ന സാഹചര്യം പരിഷ്കൃത സമൂഹത്തിന് തന്നെ അപമാനമെന്നും UDF നേതൃത്വം. മരിയം തീർത്ഥാടന കേന്ദ്രമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന് ഭക്തിനിർഭര തുടക്കം. ഏപ്രിൽ 17 മുതൽ 21 വരെയുള്ള തീയതികളിലായി ഭക്തിനിർഭര ചടങ്ങോടെയാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാളിന്റെ ഭാഗമായുള്ള നേർച്ചയൂട്ട് ആരംഭിച്ചു. തിരുനാൾ ആഘോഷം CCTV പ്രാദേശിക ചാനലിലൂടെ തത്സമയം പ്രേക്ഷകർക്ക്. വാഹനാപകടങ്ങൾ. ചാവക്കാട് എടക്കഴിയൂർ ആറാങ്കല്ലിൽ ബൈക്കിടിച്ച് കാൽനട യാത്രിക മരിച്ചു. എടക്കഴിയൂർ ആറാങ്കല്ലിലെ മുട്ടിൽ മൻസൂറിന്റെ ഭാര്യ 44 വയസ്സുള്ള ഹസീനയാണ് മരിച്ചത്. ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്ക്. വേലൂരിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പുന്നയൂർക്കുളം സ്വദേശി കൊട്ടാരം പാട്ടയിൽ 31 വയസ്സുള്ള ഷെമീറും മരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.